ഹലോ കൂട്ടുകാരെ, 4 തക്കാളിക്ക ഉണ്ടല്ലോ, നമുക്ക് ഇതുപോലൊന്ന് വെച്ച് നോക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വാഷ് ചെയ്ത് തക്കാളിക്ക എടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 സൈഡും ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് തൊലി കളയാൻ വേണ്ടിയാണ്. ആ തൊലിയുടെ ഭാഗം നമ്മളിങ്ങനെ പിച്ചാത്തി കൊണ്ട് മുറിച്ച് കൊടുക്കണം. അതിനുശേഷം നല്ല തിളച്ച വെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ തൊലി കളയാൻ ഭയങ്കര എളുപ്പമാണേ. തക്കാളിക്കയുടെ തൊലി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം തക്കാളിക്ക ചെറിയ രീതിയിൽ അരിയുക. പച്ചമുളക് ഒരു 5 എണ്ണം, 1/4 സ്പൂണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാമേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നല്ലതായിട്ട് വേവിക്കുക. ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ, കുറച്ച് തൈര്, ജീരകം എല്ലാം കൂടി ഇട്ട് മിക്സിയിൽ നല്ല കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുക്കുക. നല്ലതായിട്ട് വെന്ത തക്കാളിയിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും തൈരും കൂടെ ഒഴിക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില എല്ലാം കൂടെ നല്ലതായിട്ട് കടുക് വറുത്ത് ഒഴിക്കുക. ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം സ്റ്റൗവിന്റെ തീ ഓഫ് ചെയ്യുക. മല്ലിയില താല്പര്യമുള്ളവർക്ക് മല്ലിയിലയും നമുക്ക് അതിൻ്റെ അകത്ത് ഇടാം. എന്നിട്ട് നമ്മുടെ അടിപൊളി തക്കാളിക്ക കറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല നാടൻ കുത്തരി ചോറും അതിൻ്റെ കൂടെ നമ്മുടെ ഈ തക്കാളിക്ക കറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ തേങ്ങ ഒക്കെ ജീരകത്തിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 2 നാടൻ മത്തിയും കൂടെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ടല്ലോ, എൻ്റെ മക്കളെ ഒന്നും പറയണ്ട.